പ്രൈസ്തലോ കർത്താവിന്റെ പക്ഷെ നമ്മൾ വാഴ്ത്തപ്പെടുമാറാട്ടെ. ഈ രാത്രി ദേശീയമായി കടന്ന സേസനെ നിന്നോട് ചോദിക്കുന്ന സഹം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് പാടാം. ആപത്ത് വേളകളിൽ എന്നുള്ള പാട്ടാണ് നമുക്ക് നേരത്തെ ആലോചിക്കാം. ആപത്തു വേളകളിൽ
കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനവുമായി ഇന്ന് രാത്രിയിലും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ അതിരാവിലെ തിരുസന്നിധി രാത്രി കൂട്ടായ്മയിൽ കൂടി വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിലും ദൈവമായ കർത്താവ് നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തുവാനിടയായല്ലോ. നടത്തിയ എല്ലാ വിധങ്ങളും ഓർത്തുകൊണ്ട് ഇന്ന് രാത്രിയിലും നന്ദിയുള്ള ഹൃദയത്തോടെ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഇന്ന് രാത്രി സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും, ഇരുന്നവനും ഇരിക്കുന്നവനും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ദൈവിക ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിൽ ഒരുമിച്ച് നിൽക്കുന്നത് ഒരു പതിവ് ലൈവ് കൂടുവാൻ ആയിട്ടല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ കുറിച്ച് മനുഷ്യർ എഴുതി വെച്ച വിധികളെ ദൈവം ചോദ്യം ചെയ്യുന്ന ഒരു രാത്രിയാണ് ഇന്ന്. ഹല്ലേലൂയ. പലരും ആമേൻ, പലർക്കും ആമേൻ ഇങ്ങനെ ആമേൻ കേൾക്കുവാൻ ഇടയായിട്ടുണ്ടാകും. ആമേൻ, ഇത് ഇനി മാറില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ ചില വിഷയങ്ങൾ ആമേൻ ഇനി മാറില്ല. ആമേൻ, ഇതിന് പരിഹാരം കാണാൻ കഴിയുകയില്ല. ആമേൻ, ഇതിന് പരിഹാരമില്ല. ഇതാണ് നിന്റെ അന്ത്യം. ഹല്ലേലൂയ. അതേ, ഡോക്ടർ എഴുതിയ റിപ്പോർട്ട്, ആമേൻ, കോടതി നൽകിയ ഉത്തരവ്, ആമേൻ, സമൂഹം ചാർത്തിയ മുദ്ര, ആമേൻ, കുടുംബം പറഞ്ഞ അതേ വാക്കുകൾ, ഇവയെല്ലാം പലരുടെയും ഹൃദയത്തിൽ ഭാരമായി കിടക്കുകയാണ്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് സഭയോട്, ജനത്തോട്, ആമേൻ, കുടുംബങ്ങളോട്, വ്യക്തി ജീവിതങ്ങളോട് ആമേൻ പറയുന്നു, മനുഷ്യർ എഴുതിയത് നിന്റെ അന്തിമമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്ന ഹൃദയങ്ങളോട് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഇടപെടുവാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എവിടെയായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നാലും, ഇന്ന് രാത്രി മനുഷ്യൻ എഴുതിയതല്ല, മനുഷ്യൻ പറഞ്ഞതല്ല, മനുഷ്യൻ സീൽ ചെയ്തതല്ല, ആമേൻ, സ്വർഗത്തിലെ ദൈവം എഴുതിയത്, മുദ്ര കുത്തിയത്, ആമേൻ, തീരുമാനിച്ചിരിക്കുന്നത് നിറവേറുന്ന രാത്രിയാകട്ടെ. ഇന്ന് രാത്രി സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. ഓ, ഭാരത്തോടെ, വേദനയോടെ, ആകുലതയോടെ, രോഗത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ജീവിതങ്ങളിൽ വെളിപ്പെടുവാനിടയാകട്ടെ. ആദ്യോടൊപ്പം പരിശുദ്ധാത്മാവാം ദൈവം കൂടെ ഇരിക്കണം. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണം. ജനത്തെ അവിടുന്ന് ഒരുക്കണം. മഹത്വമെല്ലാം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ആമേൻ ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി എസ്തേറിന് എഴുതിയ എസ്തേറിന്റെ പുസ്തകം, ആമേൻ, ഹല്ലേലൂയ, 8-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് ചിന്തിപ്പാനായി, ധ്യാനിപ്പാനായി നൽകിയിരിക്കുന്നത്. ആമേൻ, വേഗത്തിൽ ആ വാക്യം ഒന്ന് വായിക്കാം. എസ്തേറിന്റെ പുസ്തകം, ആമേൻ, 8-ാം അധ്യായം, ആമേൻ, അതിന്റെ 8-ാമത്തെ വാക്യം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എസ്തേറിന്റെ പുസ്തകം, ആമേൻ, 8-ാം അധ്യായം, ആമേൻ, ഹല്ലേലൂയ, അതിന്റെ 8-ാമത്തെ വാക്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്.
നന്ദി കർത്താവേ. Praise you, Jesus. Hallelujah. Amen. Thank you, Lord Jesus. Hallelujah. വായിച്ചാട്ടെ. Hallelujah. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിന്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയ രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രയിടുകയും രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. രാജനാമത്തിൽ എഴുതുകയും രാജ മോതിരം കൊണ്ട് മുദ്ര ഇടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ എഴുത്ത്, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ മുദ്ര, ആമേൻ, ദൈവത്തിന്റെ അധികാരം, ആമേൻ, ഓ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന രാത്രിയാണ്. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ, ആമേൻ. അതെ, രാജാവിന്റെ, ആമേൻ, ഹല്ലേലൂയ, രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. വചനത്തിന്റെ പ്രധാന ഭാഗം, ഹല്ലേലൂയ, ആമേൻ, മനുഷ്യരുടെ, ആമേൻ, വിധിയും ദൈവത്തിന്റെ പരമ അധികാരവും, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് കാണുവാൻ കഴിയുന്നത് എസ്തേറിന്റെ പുസ്തകത്തിൽ ഹാമാൻ എഴുതിയ, ആമേൻ, ഉത്തരവ്, ആമേൻ, നിയമപരമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. രാജാവിന്റെ മുദ്രയോട് കൂടിയതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു തീയതി വരെ ആമേൻ നിശ്ചയിച്ചത് ആയിരുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ഇന്നും മനുഷ്യർ എഴുതുന്ന പല വിധികളും, ഹല്ലേലൂയ, ആമേൻ, നിയമപരമായിട്ടാണ് എഴുതുന്നത്. ഹല്ലേലൂയ, ആമേൻ, ശക്തമായതായി തോന്നും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ കൂടപ്പറപ്പേ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞേ, ആമേൻ, നിനക്കെതിരെ, ആമേൻ, രേഖ എഴുതിപ്പിച്ചവരുണ്ടാകാം, രേഖ നിയമപരമായി, ആമേൻ, എഴുതിയിട്ടുണ്ടാകാം. എന്നാൽ രേഖ നിയമപരമായിരിക്കുമ്പോഴും അതേ ശക്തമായി ാണെന്ന് തോന്നുമ്പോഴും, ഹല്ലേലൂയ, ആമേൻ, മാറ്റാനാകാത്തതുപോലെ, ആമേൻ, അത് തോന്നാം. ഹല്ലേലൂയ. എന്നാൽ അതേ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് ഇതാണ്. ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം, ആമേൻ, അതിന്റെ 1-ാം വാക്യം, എല്ലാവർക്കും ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യരുടെ വിധിക്കും സമയമുണ്ടാകാം, എന്നാൽ ദൈവത്തിന്റെ തീരുമാനത്തിന് അവസാനമില്ല. ആമേൻ. ഇന്ന് രാത്രി നിന്നെ കുറിച്ച് മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയ രേഖ നിയമപരമായി നിനക്ക് എതിരായി, ആമേൻ, ഹല്ലേലൂയ, തോന്നാം. എന്നാൽ നിന്നെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം എഴുതിയിരിക്കുന്ന ഒരു രേഖയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. നിനക്ക് അവകാശപ്പെട്ടതിനെ, ആമേൻ, നിനക്ക് നീതിയായി ലഭിക്കേണ്ടതിനെ, ആമേൻ, ഈ ലോകത്തിന്റെ അതേ സംവിധാനങ്ങളിലൂടെ, ഈ ലോകത്തിന്റെ സിസ്റ്റത്തിലൂടെ, ആമേൻ, നിനക്ക് ലഭിക്കാതിരിക്കുവാൻ നിയമങ്ങളെ കൂട്ടുപിടിച്ച ഒരുപക്ഷെ നിനക്കെതിരെ രേഖ എഴുതി ഉണ്ടാക്കിയേക്കാം. ഹല്ലേലൂയ. എന്നാൽ സഭാപ്രസംഗി 3:1 വായിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ, വായിച്ചാട്ടെ. എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. സകല കാര്യത്തിനും സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. സകല കാര്യത്തിനും ഒരു കാലം ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തീരുമാനത്തിന് എന്തില്ല? അവസാനമില്ല. ആമേൻ. സദൃശവാക്യങ്ങൾ 19:21 ഇങ്ങനെ നാം വായിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ പല ആലോചനകൾ ഉണ്ടെങ്കിലും യഹോവയുടെ ആലോചന തന്നെയാണ് നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. നിനക്കെതിരെ നിൽക്കുന്ന മനുഷ്യർ,
ആമേൻ നിനക്കെതിരെ വാദിക്കുന്ന മനുഷ്യ, നിനക്കെതിരെ രേഖയെ ആമേൻ നിയമപരമായി അതെ വളച്ചൊടിക്കുന്ന മനുഷ്യ, ആമേൻ വചനം പറയുന്നു മനുഷ്യന്റെ ഹൃദയത്തിൽ പല ആലോചനകളും ഉണ്ടെങ്കിലും യഹോവയുടെ ആലോചന തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്ന് രാത്രി നിന്നെ കുറിച്ച് നിനക്കെതിരെ ആരെങ്കിലും നിയമപരമായി ആമേൻ രേഖകളെ വളച്ചൊടിച്ചാൽ, നിനക്കെതിരെ രേഖകളെ തിരുത്തി എഴുതിയാൽ നീ ഭയപ്പെടേണ്ട. വചനം പറയുന്നു മനുഷ്യന്റെ ഹൃദയത്തിൽ പല ആലോചനകളും ഉണ്ടെങ്കിലും യഹോവയുടെ ആലോചന തന്നെയാണ് നിലനിൽക്കുന്നത്. ആമേൻ. സദൃശവാക്യം 19:21 വായിച്ചാലും. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. കണ്ടോ, യഹോവയുടെ ആലോചനയാണ് നിവൃത്തിയാകുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ദൈവം പഴയത് മായ്ക്കുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. അതിനെ ആമേൻ മേലിടുന്നു. ഹല്ലേലൂയ. ദൈവം ആമേൻ. ശ്രദ്ധിക്കൂ, ഹാമാന്റെ ഉത്തരവും ആമേൻ ദൈവം എന്ത് ചെയ്തില്ല? മായ്ച്ചില്ല. ഹല്ലേലൂയ. ഹാമാന്റെ ചിന്താഗതി ദൈവം എന്ത് ചെയ്തില്ല? മായ്ച്ചില്ല. പക്ഷേ അതിനേക്കാൾ ശക്തമായ ഒരു പുതിയ ഉത്തരവ് രാജാവിന്റെ നാമത്തിൽ അത് എഴുതിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി ആരൊക്കെയോ എഴുതിയ, ആരൊക്കെയോ വിധിച്ച ആമേൻ രേഖകളും വിധികളും ആമേൻ നിലനിൽക്കുമ്പോൾ തന്നെ ആമേൻ അതിന്റെ പര്യവസാനം അവരാഗ്രഹിക്കുന്നത് പോലെയല്ല. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിച്ചതുപോലെ അതിനേക്കാൾ ശക്തമായ ഒരു പുതിയ ഉത്തരവ് രാജാവിന്റെ നാമത്തിൽ ആമേൻ വെളിപ്പെടുവാൻ പോകുകയാണ്. എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇതൊരു ആത്മീയ വലിയ സത്യമായി നിലകൊള്ളുന്നു. ആകയാൽ ഇന്ന് രാത്രി ആമേൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, കാലം എത്ര മുമ്പോട്ട് പോയാലും ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനത്തിന്റെ ആമേൻ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി നിനക്ക് എതിരെ എഴുതി ഉണ്ടാക്കിയ രേഖകളാകാം, നിനക്കെതിരെ എഴുതി വെച്ച പലതുമാകാം. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ആ പുതിയ ഉത്തരവ് രാജാവിന്റെ നാമത്തിൽ ആമേൻ എഴുതിച്ചു. ഹല്ലേലൂയ. ഒരു വലിയ ആത്മീയ സത്യം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം. ദൈവം പലപ്പോഴും പ്രശ്നം എടുത്തു കളയുകയില്ല, പക്ഷേ അതിനുമേൽ കൃപ എഴുതി വെക്കും. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പാപം പെരുകിയെടുത്ത കൃപ അതിലും അധികമായി പെരുകി. ഹല്ലേലൂയ. ആമേൻ. പാപം പെരുകിയെടുത്ത കൃപ അതിലും അധികമായി പെരുകി. ആമേൻ. മൊർദെഖായിക്കെതിരെ ആമേൻ ഹാമാൻ അത് രേഖ എഴുതിപ്പിച്ചു, കഴുകമരം ഉണ്ടാക്കി ഹാമാൻ സ്വപ്നം കൊണ്ട് നടന്നു. എന്നാൽ ഹല്ലേലൂയ സമയമായപ്പോൾ ആമേൻ പാപം പെരുകിയെടുത്ത കൃപ അതിലും അധികമായി പെരുകി. ഇന്ന് നീ കാണുന്നത് പ്രശ്നമാകാം, പക്ഷെ ദൈവം കാണുന്നതിന് ആമേൻ ദൈവം കാണുന്നത് അതിനെ മറികടക്കുന്ന എഴുത്താണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ആമേൻ സ്വർഗം ചിലത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. വിശ്വസ്തയോടെ നിൽക്കുന്ന, വിശ്വസ്തതയ്ക്കായി ആമേൻ നിൽക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്ന, വിശ്വാസത്താൽ കാൽച്ചുവടുകളെ വെക്കുന്ന, നിന്നെ തകർക്കുവാൻ, നിനക്ക് ലഭിക്കേണ്ട പലതും പിടിച്ചു വെക്കുവാൻ, നിന്റെ നീതിയെ ആമേൻ ഹല്ലേലൂയ അനീതി കൊണ്ട് തടയുവാൻ നോക്കുന്ന പലതും ഇന്ന് രാത്രി സ്വർഗം പറയുന്നു ന്യായമായത്, ഉചിതമായത് ആമേൻ നിനക്ക് ലഭിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ സ്വർഗത്തിലെ ദൈവം ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എസ്തേറിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, രാജമോതിരം. ഹല്ലേലൂയ. ആമേൻ. മുദ്രയും തിരിച്ചറിയലും. ആമേൻ. രാജാവിന്റെ മോതിരം ഒരു സാധാരണ ആഭരണമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, രാജാവ് മാനിക്കാൻ ആഗ്രഹിക്കുന്നവന് കൊടുക്കുന്ന ഒരു മോതിരം അല്ലേ? ഹല്ലേലൂയ. അത് രാജമോതിരം. ഹല്ലേലൂയ. ആമേൻ. അതിന് മുദ്രയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അത് രാജാവിന്റെ മോതിരം ഒരു സാധാരണ
ആമേൻ ആഭരണമല്ല. പ്രൈസ് ദി ലോർഡ്. അത് അധികാരത്തിന്റെ അടയാളമാണ്. ആമേൻ. അത് തിരിച്ചറിയലിന്റെ അടയാളമാണ്. ഹല്ലേലൂയ. അത് നിയമ സാധുതയുടെ അടയാളമാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 42-ാം വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം ആമേൻ 41-ാം അധ്യായം 42-ാം വാക്യം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വേഗത്തിൽ വായിച്ചാട്ടെ. ഫറവോൻ തന്റെ കയ്യിൽ നിന്നും മുദ്രമോതിരം ഊരി യോസേഫിന്റെ കൈക്കിട്ടു. ആമേൻ. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സർപ്പിളിയും അവന്റെ കഴുത്തിലിട്ടു. അവന്റെ കഴുത്തിലും ഇട്ടുകൊടുത്തു. നോക്കണേ. ആമേൻ. ഒരു സ്വപ്നക്കാരൻ ദാ വരുന്നു. ആമേൻ. സ്വന്തം സഹോദരങ്ങൾ ആമേൻ അവനെതിരെ ആമേൻ അതെ അസൂയ പൂണ്ട അവനെ ഇല്ലായ്മ ചെയ്യുവാൻ അവനെ പൊട്ടക്കണത്തിലിട്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ആ കൂട്ടത്തിൽ ഒരുവനുണ്ടായിരുന്നു. നമ്മുടെ രക്തത്തോട് രക്തവും നമ്മുടെ മാംസത്തോട് മാംസവും ആയതുകൊണ്ട് അവനെ അങ്ങനെ അവിടെ ഇട്ട് കളയണ്ട. അവനെ നമുക്ക് എന്ത് ചെയ്യാം? ഹല്ലേലൂയ. അവിടുന്ന് കയറ്റാം. ഹല്ലേലൂയ. അതേ 30 വെള്ളിക്കാശിനല്ലേ? ആമേൻ. അത് കിട്ടിയ കാശിനല്ലേ? ആമേൻ. സ്വന്തം സഹോദരങ്ങള് അവനെ എന്ത് ചെയ്തു? വിറ്റു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കണേ. ആമേൻ. സ്നേഹിക്കേണ്ട, കരുതേണ്ട ആമേൻ സ്വന്തം സഹോദരങ്ങൾ. ഒരമ്മ പെറ്റ ഒരപ്പന്റെ മക്കൾ ഇന്ന് രാത്രി സ്വന്തം സഹോദരങ്ങൾ, സ്വന്തം കൂടപ്പറപ്പ് നിനക്കെതിരെ നിൽക്കുന്നുണ്ടോ? നീ ഭാരപ്പെടണ്ടെന്ന് ആമേൻ സഹോദരങ്ങൾ കരുതിയത് അവൻ തീർന്നെന്ന്. എന്നാൽ വായിച്ചത് എന്താണ്? ആമേൻ. ഫറവോ വായിച്ചേ. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിന്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. നോക്കണമേ. തകർച്ച കാണാൻ നോക്കിയവർ ആമേൻ അസൂയ പൂണ്ട സഹോദരങ്ങൾ കാണെ മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യം ആമേൻ ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചാലും ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. അപ്പൻ തന്റെ ദാസന്മാരുടെ അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കും. ഇവനെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിൻ. നോക്ക്. അവിടെയും ഒരു മോതിരം ആമേൻ ഇട്ടുകൊടുക്കുകയാ. ഹല്ലേലൂയ. നോക്ക്. ആമേൻ. അതെ അർഹതയില്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. സ്വത്തുക്കളൊക്കെ വാങ്ങി തന്നിഷ്ടപ്രകാരം അതെ പോയതാ കേട്ടോ. ഹല്ലേലൂയ. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടു. ആമേൻ. എല്ലാം കൈമോശമായി. ആമേൻ. അവിടെ കിടന്ന് ആമേൻ അവന് സുബോധമുണ്ടായെന്ന ആമേൻ അവൻ അപ്പന്റെ ഭവനത്തിലേക്ക് പോകുമെന്ന് തീരുമാനിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. അവൻ മടങ്ങി വന്നപ്പോൾ അവന് വേണ്ടി ആമേൻ കരുതിയ ആമേൻ ഒരു മോതിരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നഷ്ടപ്പെട്ട മകന് വേണ്ടി കരുതിയ ഒരപ്പൻ. ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗത്തിലെ അപ്പൻ. ഹല്ലേലൂയ. ഭൂമിയിലെ സഹോദരങ്ങൾ യോസേഫിനെ തകർക്കുവാൻ നോക്കുമ്പോൾ അവന് ദർശനം കൊടുത്ത ദൈവം, അവന്റെ സ്വർഗീയ പിതാവ് അവന് വേണ്ടി ആമേൻ അതെ ഒരു അധികാരത്തിന്റെ ആമേൻ അതെ ഒരു മോതിരം ആമേൻ അതെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എഫെസ്യർ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു പരിശുദ്ധാത്മാവിന്റെ മുദ്രയെ കുറിച്ച്. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിന്റെ പേരിൽ എഴുതുന്നത് ഹല്ലേലൂയ ആമേൻ മുദ്രയോട് കൂടെയാ. ആമേൻ. മുദ്ര ആമേൻ സീൽ ആമേൻ ഉള്ളതിനെ ആമേൻ ആമേൻ പൊളിക്കുവാൻ ഹല്ലേലൂയ നോക്കിയാൽ നടക്കത്തില്ല കേട്ടോ. കാരണം പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. വായിച്ചാലും എഫെസ്യർ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. ഹല്ലേലൂയ. അവനിൽ
അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനും വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടും നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ മുദ്രയോട് കൂടിയാണ്. ഹല്ലേലൂയ. ആമേൻ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നു, കർത്താവിന് ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:19. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവർ എല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്ന് ആകുന്നു അവന്റെ മുദ്ര. കണ്ടോ, അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിന്റെ മുദ്ര. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് ആമേൻ തനിക്കുള്ളവരാരാണെന്ന് എന്ത് ചെയ്യാം? അറിയാം. ഹല്ലേലൂയ. ആർക്കും ദുർബലപ്പെടുത്തുവാൻ പാടില്ല എന്നാണ് ആമേൻ നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ. ഈ വചനത്തിലെ വളരെ ശക്തമായ ഒരു പ്രഖ്യാപനമാണ് ആമേൻ മനുഷ്യൻ എഴുതിയത്. ഹല്ലേലൂയ. മറ്റൊരു മനുഷ്യൻ എന്ത് ചെയ്യാം? മാറ്റാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ എഴുതിയ രേഖയെ അല്ലേ, അതെ, മറ്റൊരു അധികാരമുള്ള മനുഷ്യന് അതെന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. അതല്ലേ ഇന്ന് സമകാലിക സംഭവങ്ങളൊക്കെ നമുക്ക് മീഡിയയിലൂടെ കാണുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുവാൻ മറ്റൊരു മനുഷ്യൻ നിയമത്തെ കൂട്ടുപിടിച്ച് എഴുതിയാലും അതിലും അധികാരമുള്ളവരെ കൊണ്ട് അത് തിരുത്തുവാനും അത് മായ്ക്കുവാനും കഴിയും, അത് മാറ്റുവാനും കഴിയും. ആമേൻ. മാനുഷിക ബുദ്ധി കൊണ്ടും മാനുഷിക ജ്ഞാനം കൊണ്ടും ആമേൻ ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയാൽ ഒരു പക്ഷേ അത് സാധിച്ചേക്കാം. ഹല്ലേലൂയ. അതിന് മാറ്റം വരുത്താം. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ പക്ഷേ ദൈവം എഴുതിയത് ഒരു ശക്തിക്കും മാറ്റാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി ആമേൻ നീ ജനിക്കും മുന്നമേ നിന്നെ കുറിച്ച് എഴുതിയ ദൈവികമായ ആമേൻ പദ്ധതിയെ മാറ്റിമറിക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയത്തില്ല. യോസേഫിന് സ്വപ്നം കൊടുത്ത ദൈവം യോസേഫിനെ മാനിക്കുവാൻ അതെ കണ്ടിരിക്കുന്നു. എന്നാൽ അവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവനെ ഇല്ലായ്മ ചെയ്യുവാൻ, അവനെ തകർക്കുവാൻ, അവന് ലഭിക്കേണ്ട നീതി ലഭിക്കാതിരിക്കുവാൻ പലരും ശ്രമിച്ചിട്ട് ആമേൻ അതിനെ ആമേൻ ശ്രമിച്ച് തകർക്കുവാൻ നോക്കിയവർ അമ്മയെ പരാജയപ്പെട്ട അവർ കാണേ യോസേഫിനെ മാനിച്ച ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നു. ആമേൻ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതേ തിമോഥെയോസിന്റെ ഹല്ലേലൂയ ലേഖനത്തിൽ ആമേൻ 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ വായിച്ചത് എന്താണ്? ഹല്ലേലൂയ. മനുഷ്യന്റെ ആമേൻ ആമേൻ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന മുദ്ര എന്താണ്? മുദ്ര. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിക്കാം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം ഉറച്ച ശബ്ദത്തോടെ വായിച്ചാട്ടെ. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഓ, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഇന്ന് രാത്രി അറിയേണ്ട പലരും, നിന്റെ മാതാവ്, നിന്റെ പിതാവ്, നിന്റെ സഹോദരി, നിന്റെ കൂടപ്പിറപ്പ്, ആമേൻ, നീ ആരെന്ന് അറിയാതെ നിന്നോട് സംസാരിച്ചേക്കാം, നിന്നോട് പെരുമാറിയേക്കാം, നിനക്ക് ലഭിക്കേണ്ട നന്മകളെ അവർ പിടിച്ചു വെച്ചേക്കാം. നോക്കിക്കേ, യോസേഫിന്റെ സ്വന്തം സഹോദരങ്ങൾ ആമേൻ ആരെന്ന് അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ
ക്രൂരമായി പെരുമാറുമ്പോഴും ഹല്ലേലൂയ അവർക്കില്ലാത്ത ഒരു സ്വഭാവം യോസേഫിനുണ്ട്. നിങ്ങൾ എനിക്ക് ദോഷമായി ചെയ്തു, ദൈവമോ അത് ഇന്നെന്ന പോലെ ഗുണമാക്കി തീർത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. നോക്കണമേ, വായിച്ചാട്ടനാരോട്ട്. കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ. അനീതി വിട്ടകന്നുകൊള്ളട്ടെ. ഇന്ന് രാത്രി ആമേൻ കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവർ, യേശുവേ എന്ന് വിളിക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർ എല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിന്റെ മുദ്ര. എന്നാകുന്നു അതിന്റെ മുദ്ര. ഹല്ലേലൂയ ആമേൻ. അതേ മനുഷ്യൻ എഴുതിയത് മറ്റൊരു മനുഷ്യൻ മാറ്റാം, പക്ഷെ ദൈവം എഴുതിയത് ഒരു ശക്തിക്കും മാറ്റാൻ കഴിയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, എന്റെ ആലോചന നിലനിൽക്കുമെന്ന് ആമേൻ സത്യവേദ പുസ്തകം പറയുന്നത്. അങ്ങനെയെങ്കിൽ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയെ മാറ്റിമറിക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും, ഒരു വ്യക്തിക്കും, ഒരു സാമ്രാജ്യത്തിനും, ഒരു അധികാരത്തിനും കഴിയത്തില്ല. ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കാളിത്തം വഹിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിൽ ഊന്നി ഞാൻ പറയട്ടെ, നിനക്ക് വിരോധമായി വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. നിനക്ക് വിരോധമായി ആര് രേഖ എഴുതി ഉണ്ടാക്കിയാലും, അതെ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെതിരെ എഴുതിയ രേഖ രാജാവ് തിരുത്തി എഴുതിയതുപോലെ ഇന്ന് രാത്രി ആമേൻ നിനക്ക് അവകാശപ്പെട്ടതിനെ പിടിച്ചു വെക്കുവാൻ കള്ള ആമേൻ കേസുണ്ടാക്കി കുടുക്കി ആമേൻ നിനക്ക് ലഭിക്കേണ്ട നീതിയെ പിടിച്ചു വെക്കുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് വേണ്ടി നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ ദൈവം ആമേൻ എഴുതിയിരിക്കുന്നത് നിവർത്തിയാകുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. വാസ്തു സംബന്ധിച്ച ആമേൻ ചില രേഖകൾ, ആമേൻ നിനക്ക് അർഹതപ്പെട്ട ചില നന്മയ്ക്കെതിരെ ആമേൻ ദുഷ്ട പിശാച് ആമേൻ ഹൃദയത്തിനകത്ത് ചിന്തകൾ കൊടുത്ത് ആമേൻ നിയമത്തെ കൂട്ടുപിടിച്ച് ആമേൻ നിന്നെ ആമേൻ സന്തോഷത്തെ കെടുത്താൻ നോക്കുന്ന ചില മേഖലകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കണ്ടിടപെടുകയാണ്. വായിച്ചാലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46:10. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. ഞാൻ പ്രസ്താവിക്കും. ഒന്നും കൂടെ ആരംഭത്തിൽ തന്നെ അവസാനവും യോസേഫിന്റെ വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അവന്റെ അവസാനം എങ്ങനെ ആയിരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു. ഹല്ലേലൂയ ആമേൻ ആമേൻ. വായിച്ചാട്ടെ. പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആലോചന നിലനിൽക്കുന്നതാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതേ 35-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാലും എന്റെ വചനം എന്ത് ചെയ്യില്ല, മാറുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന ആകാശം എന്ത് ചെയ്യും? മാറും, ഭൂമി മാറും, എന്നാൽ മാറാത്തത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട ജീവിതം, ഹല്ലേലൂയ ആമേൻ, സ്വർഗത്തിലെ ആമേൻ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരുടെ ജീവിതമുണ്ടല്ലോ, അത് മനുഷ്യന്റെ കയ്യിലല്ല, അത് മനുഷ്യന്റെ ബുദ്ധിക്ക് അനുസരിച്ചല്ല. ആമേൻ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആമേൻ വ്യക്തികളെ കുറിച്ച് ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്, ചില പദ്ധതികളുണ്ട്. ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട ജീവിതം. ആമേൻ. സങ്കീർത്തനം 139:16 വായിക്കാം. ആമേൻ. ഹല്ലേലൂയ ആമേൻ. സങ്കീർത്തനം 139:16. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ ദിവസങ്ങൾ എല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ട.
വേഗത്തിലെടുത്ത് വായിച്ചാട്ടെ. 139 സങ്കീർത്തനം അതിന്റെ 16 വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിലൊന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എന്ത് ചെയ്തിരുന്നു? എഴുതിയിരുന്നു. ഹല്ലേലൂയ. എന്റെ ദിവസങ്ങളെല്ലാം ആമേൻ നിന്റെ പുസ്തകത്തിൽ എന്ത് ചെയ്തു? എഴുതപ്പെട്ടിരുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താ പ്രിയമുള്ളവരെ? നിന്റെ ജീവിതം ഒരു അപകടമല്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജനനം അതേ യാദൃശ്ചികമല്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ കാലം ദൈവത്തിന്റെ അറിവിലാണ്. ഹല്ലേലൂയ. ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ 29-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ആമേൻ ഇങ്ങനെ വായിക്കുന്നു. ആമേൻ, നിങ്ങളെ കുറിച്ചുള്ള എന്റെ ആലോചനകൾ ആമേൻ സമാധാനത്തിന്റെ ആലോചനകളാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നീ അനുഭവിക്കുന്ന ആമേൻ ചില ആമേൻ അതേ തടസ്സങ്ങളുണ്ടല്ലോ. നിനക്ക് ലഭിക്കേണ്ട ആമേൻ ചില നന്മകൾ വൈകുന്നുണ്ടില്ലേ? ഹല്ലേലൂയ. നിനക്ക് ലഭിക്കേണ്ട പലതും ആമേൻ വൈകിക്കൊണ്ടിരിക്കുകയല്ലേ? എന്നാൽ ഇന്ന് രാത്രി യിരെമ്യാവ് 29:11 ഇങ്ങനെ വായിക്കുന്നു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്നാണ് നിരൂപണങ്ങളെന്നും യഹോവയുടെ അരുളപ്പാട്. ഓ, നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങളാകുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, ആമേൻ. ആലോചനകൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അതേ വ്യക്തികളോട്, കുടുംബങ്ങളോട്, ജീവിതങ്ങളോട് ആമേൻ അതേ അറിയിക്കുകയാണ്. ഇന്ന് നീ നേരിടുന്ന വെല്ലുവിളികളില്ലേ? ഇന്ന് നീ നേരിടുന്ന അതേ പ്രതികൂലങ്ങളില്ലേ? ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളില്ലേ? നിനക്ക് ലഭിക്കേണ്ട ആ അർഹതപ്പെട്ട നന്മയെ അതേ നിയമങ്ങളെ കൂട്ടുപിടിച്ച് ആമേൻ അത് നിനക്ക് ലഭിക്കാതിരിക്കുവാൻ അനീതിയെ കൂട്ടുപിടിച്ച് നീ ഭാരപ്പെടേണ്ട കേട്ടോ. ആമേൻ. എഴുത്തില്ലാത്തതിന്റെ അടയാളമല്ല. പ്രൈസ് ദി ലോർഡ്. സമയക്രമത്തിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ദൈവം ചോദിക്കുന്നത് നീ ആരുടെ എഴുത്തിലാണ് ജീവിക്കുന്നത്? ഹല്ലേലൂയ. മനുഷ്യരുടെ പേപ്പറിലോ ദൈവത്തിന്റെ പുസ്തകത്തിലോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം, അവനെ സ്വീകരിച്ചവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. യോഹന്നാൻ ആമേൻ സുവിശേഷം 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് രാത്രി ഈ അധികാരം സ്വീകരിക്കുവാൻ ദൈവം നിന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ മക്കൾ എന്ന പദവി ആമേൻ നിന്റെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കൂ. ഹല്ലേലൂയ. വിശുദ്ധ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, അനുഗ്രഹം അനുഭവിപ്പാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. ആമേൻ. അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിപ്പാനും അനേകരെ അനുഗ്രഹിക്കുവാനുമാണ്. ഇന്ന് രാത്രി അനുഗ്രഹം പ്രാപിച്ച് അനേകരെ അനുഗ്രഹിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മയെ തടയുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആമേൻ. മോർദെഖായിയെ മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ മോർദെഖായിക്കെതിരെ കഴുമരമൊരുക്കി ആമേൻ സ്വപ്നം കണ്ടു നടന്ന ഹാമാൻ അവൻ കുഴിച്ച കുഴിയിൽ അകപ്പെട്ടു. അവൻ ആമേൻ ഒരുക്കിയ കഴുമുരത്തിൽ അവൻ വധിക്കപ്പെട്ടു. ഇന്ന് രാത്രി നിനക്കെതിരെ ആമേൻ ആര് ആമേൻ നിയമ കുരുക്കുകൾ കൊണ്ടുവന്നാലും ആമേൻ നീ ഭയപ്പെടേണ്ട. നീ ആമേൻ വിശുദ്ധിക്കു വേണ്ടി നിലകൊള്ളുന്ന
നിലകൊള്ളുന്നവളാണോ, നിലകൊള്ളുന്നവനാണോ നീ? യേശുവിന്റെ നാമത്തിൽ ആമേൻ അതെ ജീവിക്കുന്നവനാണോ? ആമേൻ വേർപെട്ട് ആമേൻ ജീവിക്കുന്നവനാണോ? ആമേൻ ഹല്ലേലൂയ വിശ്വാസത്താൽ കാൽച്ചുവടുകൾ വെക്കുന്നവനാണോ? ആമേൻ പൊട്ടക്കടത്തിൽ തള്ളിയ യോസേഫിനെ ആമേൻ ഹല്ലേലൂയ വിറ്റ നാട്ടിൽ ഹല്ലേലൂയ ആമേൻ മാനിച്ച ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ആമേൻ ദോഷമായി വിചാരിച്ചവർ കാണുക ആമേൻ ഗുണമാക്കി തീർത്ത നന്മയാക്കി തീർത്ത ദൈവം ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവം നിന്നെ വിളിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനുള്ള അധികാരം നൽകിയിരിക്കുകയാ. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവജനമേ അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് ആത്മാവിനാലാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട് പരിശുദ്ധനായ ദൈവമേ ഈ രാത്രിയിൽ ആമേൻ നിന്റെ സന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ കൂടി വന്നിരിക്കുന്ന അവിടുത്തെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ അവിടുത്തെ സന്നിധിയിൽ ആമേൻ തലകളെ വണക്കിയിരിക്കുന്ന ഹല്ലേലൂയ കർത്താവേ ആമേൻ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മനുഷ്യർ എഴുതി ഭയപ്പെടുത്തിയത് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആമേൻ തകരട്ടെ. അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന എല്ലാ ഇരുളിന്റെ വ്യാപാര ശക്തികളും തകരട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്വർഗത്തിൽ ആമേൻ ഹല്ലേലൂയ എഴുത്ത് ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന ആമേൻ ആ എഴുത്തിന്റെ ഹല്ലേലൂയ ശക്തി ഇപ്പോൾ പ്രാബല്യത്തിൽ വരട്ടെ. ബന്ധിതരായവർ വിടുതൽ പ്രാപിക്കട്ടെ. നിരാശപ്പെട്ടവർ പ്രത്യാശ ആമേൻ പ്രാപിക്കട്ടെ. ആമേൻ തടസ്സങ്ങൾ ആമേൻ മാറട്ടെ. നിരാശകൾ മാറട്ടെ. ആകുലതകൾ മാറട്ടെ. വൈകിയ വാഗ്ദത്തങ്ങൾ വേഗത്തിലാകട്ടെ. ഓ ആത്മാവിൽ ചലിക്കട്ടെ. കർത്താവേ നീ എഴുതിയതിനെ ഒരു ശക്തിക്കും തടയുവാൻ കഴിയത്തില്ലല്ലോ. ഈ ലൈവ് കാണുന്ന ഓരോരുത്തരുടെയും ദൈവിക ഉത്തരവ് ഇന്ന് മുദ്രയിടപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം സഞ്ചരിക്കുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഓരോ ജീവിതങ്ങളുടെ മേലും അവരുടെ വിഷയങ്ങളുടെ മേലും ചലിപ്പാൻ ഇടയാകട്ടെ. നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ആമേൻ നീതിയോട് വെളിപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഓഷാരാ കാപാപ ശംഭരാധനാ തികൽ കമനഗസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ലൈവിൽ പങ്കാളിത്തം വഹിക്കുന്ന ആമേൻ ഗിരിജായസിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ തന്റെ ആമേൻ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും തകർക്കുവാൻ പതിയിരുന്ന് പിന്തുടർന്ന് ആമേൻ പൈശാചിക മേഖലകളെ തച്ചുടച്ചുകൊണ്ട് ദൈവിക നീതിയോടെ ആമേൻ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ചലിക്കുവാൻ ഇടയാകട്ടെ. അർഹതപ്പെട്ട ലഭിക്കേണ്ട നന്മകൾ തടയുവാൻ നോക്കുന്ന എല്ലാ ദുഷ്ടന്റെ ആമേൻ പദ്ധതികളും തകരട്ടെ കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ലീന മേരി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ പ്രവർത്തിക്കായി സ്തോത്രം. അർഹതപ്പെട്ട നന്മകളെ തടയുവാൻ നോക്കുന്ന ദുഷ്ടന്റെ മേൽ ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി അയക്കണമേ. അർഹതപ്പെട്ട നന്മകളെ ലഭിപ്പാൻ സ്വർഗമിടയാക്കണമേ. ഇലമ ജോസിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നന്മയുടെ വാതിലുകളെ തടയുവാൻ നോക്കുന്ന ശരീരത്തിന്റെ ആരോഗ്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്ന ദുഷ്ടന്റെ എല്ലാ പദ്ധതികളും ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തിയാൽ തകരട്ടെ കർത്താവേ. റോയി കാക്കത്തുരുത്തലിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി ആ മകന്റെ മേൽ ദൈവത്തിന്റെ ആമേൻ നീതിയുടെ കരം വെളിപ്പെടട്ടെ. അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി ഈ തലമുറയിൽ പ്രിയ മകനിലൂടെ വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. പിതാക്കന്മാർ ഇട്ട അതിരുകൾ നീക്കരുത് എന്ന വചനം ആമേൻ തെളിവായുള്ളപ്പോ ആ അതിരുകളെ മാറ്റിമറിക്കുവാൻ നോക്കുന്ന യൗവനക്കാരുടെ ഇടയിൽ വചനത്തിന്റെ വെളിപ്പാടുകളോടെ ഹല്ലേലൂയ ശുശ്രൂഷയിൽ ശക്തമായി ആമേൻ ഹല്ലേലൂയ ആ യോസേഫിനെ അതേ മാനിച്ച ദൈവത്തിന്റെ കരം പ്രിയ മകനോട് കൂടെ ഇരുന്ന് വലിയവ ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി തോമസ് അബ്രഹാമിൽ പറമ്പിൽ അങ്ങളിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസൻ ആമേൻ ഇന്ന് രാത്രി കർത്താവേ
ആയിരിക്കുന്ന മേഖലകളിൽ ആമേൻ അർഹതപ്പെട്ട നന്മയെ ഇല്ലായ്മ ചെയ്യുവാൻ വാദിക്കുന്ന ദുഷ്ടന്റെ പദ്ധതികൾ തകരട്ടെ. തലമുറയ്ക്കെതിരെ തലമുറയുടെ നന്മയെ ഉയർച്ചയെ തടയുവാൻ നോക്കുന്ന എല്ലാ ദുഷ്ടന്റെ പദ്ധതികളും തകരട്ടെ. നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കര ഇന്ന് രാത്രി ചലിക്കട്ടെ. ഹല്ലേലൂയ. മറ്റു മീഡിയകളിലൂടെ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ ജോസ് പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ആമേൻ. ശുശ്രൂഷകൾക്ക് മുമ്പോട്ടുള്ള ഗമനത്തിനും ആമേൻ ശരീരത്തിനും ആമേൻ എതിരെ ദുഷ്ടൻ ആമേൻ അതേ കരുക്കളെ നീക്കുമ്പോ സ്വർഗത്തിലെ ദൈവം എഴുതിയിരിക്കുന്ന ആ വചനത്തിന്റെ ആ നീതി വെളിപ്പെടുവാൻ ഇടയാകട്ടെ. അതിന് വിരോധമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടന്റെ പദ്ധതികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി ആമേൻ നിൽക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏതൊക്കെ വിഷയത്തിൽ ആരൊക്കെ ഭാരപ്പെടുന്നുവോ ആ വിഷയങ്ങളുടെ മേലെല്ലാം നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കട്ടെ. ജോൺ തോമസിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ, ദൈവിക ഉത്തരവ് ഇന്ന് മുദ്രയിടപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Glory to God, Jesus. ഹല്ലേലൂയ. ഓ, ബന്ധിതരായവർ വിടുതൽ പ്രാപിക്കട്ടെ. നിരാശപ്പെടുന്നവർ പ്രത്യാശ പ്രാപിക്കട്ടെ. ദൈവിക വാഗ്ദത്തങ്ങൾ വേഗത്തിലാകട്ടെ. ആമേൻ. ജോൺ തോമസിനോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ വേഗത്തിൽ നിറവേറുവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. അസ്ഥികുംഭാരങ്ങളെ ആമേൻ ജീവിപ്പിക്കുമാറാക്കിയ യഹോവയുടെ ശക്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരുടെ മേൽ മുദ്രയിടപ്പെട്ട ആമേൻ ആ മോതിരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആ ആമേൻ ഇളയ മകൻ മടങ്ങി വന്നപ്പോൾ മാനിക്കപ്പെട്ടതുപോലെ ആമേൻ യോസേഫ് ആമേൻ ഹല്ലേലൂയ വിശ്വസ്തതയ്ക്കായി നീതിക്കായി നിലകൊണ്ടതുകൊണ്ട് മാനിക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ആമേൻ ചില കുടുംബങ്ങൾ, ചില തലമുറകൾ, ചില വ്യക്തി ജീവിതങ്ങൾ മാനിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. പാപികൾ മനം തിരിയട്ടെ. പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. രോഗികളായിരിക്കുന്നവർ, ഓ അവിടുത്തെ നാമത്തിൽ ആശ്രയിക്കുന്നവർ, അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയുവാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ആമേൻ. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. അതുവരെ ദൈവം എല്ലാവരെയും അവിടെ ഇവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്യുവാൻ താല്പര്യമുള്ളവർ ആമേൻ ഞങ്ങളുടെ ആമേൻ സ്ക്രീനിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. ആമേൻ. മുൻപുള്ള വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ലൈവുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പർ ലഭിക്കും. ആമേൻ. ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. ആമേൻ. ചില ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ടാണ് ഞങ്ങൾക്ക് നമ്പർ എഴുതുവാൻ കഴിയാതായിരിക്കുന്നത്. ആമേൻ. വരും ദിവസങ്ങളിൽ ആ നമ്പർ ആഡ് ചെയ്യുവാൻ ഇടയാകും. ആമേൻ. 9744703489 എന്നാണ് നമ്പർ. ആമേൻ. മറ്റൊരു നമ്പറുണ്ട് 9778201595. ഈ രണ്ട് നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ്. ആമേൻ. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദവും ആശ്വാസപ്രദവും അനുഗ്രഹവുമാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഷെയർ ആയിരിക്കാം ആത്മഹത്യയുടെ വാക്കിൽ നിന്ന് ഒരു കുടുംബം രക്ഷപ്പെടുന്നത്. ആമേൻ. അക്രമസക്തമായ അതേ ദുഷ്ടപ്രവർത്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ തലമുറകളെ നേരായ പാതയിലേക്ക് നയിക്കുവാൻ ആമേൻ ഇടയാകട്ടെ. ആമേൻ. കർത്താവിന്റെ അന്ത്യകൽപ്പന ഇതാണല്ലോ, ലോകത്തേക്കും പോയി സകല സൃഷ്ടികളോടും
സുവിശേഷം പ്രസംഗിപ്പിനെന്ന്. ഈ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കാം. ആമേൻ. സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല, സ്നേഹതീരം പ്രയർ ഫാമിലി ആമേൻ കേരളത്തിന്റെ 14 ജില്ലകളിലും സഞ്ചരിച്ച് ആമേൻ ഗ്രാമങ്ങളിൽ, തെരുവുകളിൽ, പട്ടണങ്ങളിൽ കർത്താവിന്റെ വചനത്തെ പരസ്യമായി ശുശ്രൂഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ദിവസങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നിയോഗം തരികയാണ്, ഇന്ന ദേശത്ത്, ഇന്ന ഗ്രാമത്തില്, ഇന്ന പട്ടണത്തില്, ഇന്ന ജില്ലയില് കടന്നുപോയി സുവിശേഷം പരസ്യമായി പ്രസംഗിക്കണം, അറിയിക്കണം എന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ആമേൻ താല്പര്യപ്പെട്ട് ദൈവം നിയോഗം തന്നിട്ട് ആമേൻ അത് സാധിക്കുന്നില്ല, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്, അതിനുള്ള എല്ലാ ഉപകരണങ്ങളും നമുക്കുണ്ട്. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. അത് ഇന്ന മാസമൊന്നുമില്ല, ഇന്ന ദിവസമൊന്നുമില്ല, എപ്പോ വേണമെങ്കിലും ആമേൻ നമുക്ക് അതിനു വേണ്ടി ആമേൻ പോകാം. ആമേൻ. ദൈവം അതാണല്ലോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഗോഡ് ബ്ലസ് യു. സീ യു അഗൈൻ.